ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലായ ശിശാല സെൻട്രൽ സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ണർ എന്ന നിലയിൽ നിങ്ങൾ കാണുന്നത് NSM10 വീഡിയോസ് SM സീരീസിന്റെ രണ്ടാം ഭാഗമാണ്. ഇത് 2.13 എക്സാമാണ്, കോമൺ ഡെറിവേറ്റീവ് എക്സാം. ഇത് SIF ഇൻവെസ്റ്റ്മെന്റിനായി രൂപകൽപ്പന ചെയ്തതാണ്, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്കായി. എല്ലാവരും പുതിയ എക്സാം അവതരിപ്പിച്ചിരിക്കുന്നത് ND ആണ്, കോമൺ ഡെറിവേറ്റീവ്സ് എക്സാം. അതിന്റെ പാസ് ഫോർ വീഡിയോസ് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. അതിനാൽ ഈ വീഡിയോയിൽ നാം 3 ബുക്കുകൾ കവർ ചെയ്യും: ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവ്സ്, കറൻസി ഡെറിവേറ്റീവ്സ്. ഇന്ന് നാം ഈ മുഴുവൻ കരിക്കുലം ആരംഭിക്കാൻ പോവുകയാണ്. മുമ്പ് നൽകിയ ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതിനായി വളരെ നന്ദി. ഇന്നു മുതൽ ഞങ്ങൾ നമ്മുടെ കരിക്കുലം ആരംഭിക്കുന്നു. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ്സിലെ മൊത്തം 12 ചാപ്റ്ററുകളുണ്ട്. ആദ്യം അതാണ് നാം തുടങ്ങുന്നത്, കാരണം SIF എക്സാമിൽ പ്രധാനമായുള്ളത് ഡെറിവേറ്റീവ്സ് ആണ്. കൂടാതെ NSM സീരീസിലെ ഡെറിവേറ്റീവ്സ് എക്സാമിന്റെ വെയിറ്റേജ് ഏകദേശം 50 മുതൽ 60% വരെയാണ്. അതിനാൽ ആദ്യം നാം NSM ഇട്ട്, അതായത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന്റെ തന്നെ ചാപ്റ്റർ നമ്പർ 1, അതായത് ബേസിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നതിൽ നിന്നാണ് നാം ആരംഭിക്കുന്നത്. ഇന്ന് ഈ ചാപ്റ്ററിൽ നാം എന്തെല്ലാം പഠിക്കുമെന്ന് നോക്കാം. ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം വായനക്കാരൻ ഡെറിവേറ്റീവ്സിന്റെ അർത്ഥവും, ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങളുടെ തരം, ഡെറിവേറ്റീവ്സിന്റെ ചരിത്രം, ഇന്ത്യയിലെ മാർക്കറ്റുകൾ, ഡെറിവേറ്റീവ് മാർക്കറ്റുകളുടെ പ്രാധാന്യം, ഡെറിവേറ്റീവ് ട്രേഡിംഗിലെ മാർക്കറ്റുകളും റിസ്കുകളും എന്നിവ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. NISM 13 കോമൺ ഡെറിവേറ്റീവ്സ് എക്സാമിന്റെ ബുക്ക് നമ്പർ 1, ഇക്വിറ്റി ഡെറിവേറ്റീവ്സിന്റെ ചാപ്റ്റർ നമ്പർ 1. ആദ്യം തന്നെ വരുന്നത് ബേസിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡെറിവേറ്റീവ്സ് എന്നത് എന്താണ് എന്നതാണ്. എക്സാക്റ്റ് ആയി ഡെറിവേറ്റീവ്സ് എന്താണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കാം. ഡെറിവേറ്റീവ് എന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമെന്ന് പറയാം. അതിന് സ്വതന്ത്രമായ ഒരു മൂല്യവുമില്ല. അതിന്റെ മൂല്യം മറ്റൊരു അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ അണ്ടർലൈങ് അസറ്റുകൾ എന്തൊക്കെയാകാം? ഏതൊന്നുമാകാം. ഉദാഹരണത്തിന് അത് ഇക്വിറ്റി ആകാം, ഇക്വിറ്റി ഷെയർ ആകാം, അതിൽ ഇൻഡെക്സ് ആകാം. ഇവയെ നാം ഫിനാൻഷ്യൽ അസറ്റുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഷെയറുകൾ, ബോണ്ടുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് എന്നിവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാകാം. അതിനുശേഷം കൊമോഡിറ്റികളിലേക്ക് വരാം. ബുള്ളിയംസ് പോലുള്ളവ, ഉദാഹരണത്തിന് ഗോൾഡ്, സിൽവർ എന്നിവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാകാം. അതിനുശേഷം ബേസ് മെറ്റലുകൾ, ഉദാഹരണത്തിന് സിങ്ക്, കോപ്പർ, ലെഡ്, അലുമിനിയം എന്നിവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാകാം. പിന്നെ അഗ്രി കൊമോഡിറ്റികൾ, ഉദാഹരണത്തിന് NCDEX-ൽ ട്രേഡ് ചെയ്യുന്ന വീറ്റ്, ഷുഗർ, കോഫി മുതലായവയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാകാം. കൂടാതെ ചില എനർജി ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ, കോൾ, ഇലക്ട്രിസിറ്റി, നാച്ചുറൽ ഗ്യാസ് എന്നിവയുടെ ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിന് സ്വതന്ത്രമായ ഒരു മൂല്യവുമില്ല, പക്ഷെ അതിൻ്റെ മൂല്യം ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ എല്ലാ അണ്ടർലൈങ് അസറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നാകാം. ആ അണ്ടർലൈങ് അസറ്റിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാകാമോ എന്നതാണ് ചോദ്യം. അതിനാൽ ഡെറിവേറ്റീവിന് സ്വന്തം മൂല്യമില്ല, പക്ഷെ അതിന്റെ മൂല്യം മറ്റൊന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ അണ്ടർലൈങ് ആസറ്റുകൾ പോലെ ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകുമ്പോൾ നാം ഡെറിവേറ്റീവുകൾ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നു ശരിയാ. ഇനി നാം ഡെറിവേറ്റീവ് മാർക്കറ്റുകളും അതിന്റെ ചരിത്രവും വളർച്ചയും കുറിച്ച് സംസാരിക്കാം. എങ്ങനെ ഡെറിവേറ്റീവ് ആരംഭിക്കപ്പെട്ടു, ഇന്നത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതും നോക്കൂ. 12ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ട്രേഡ് ഫെയർസുകളിൽ അവിടെ സെയിലർമാർ ചില കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. അതിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്നത് അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ ഡെലിവറി നൽകുമെന്നായിരുന്നു. 3ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് അസിസ്റ്റേഷൻ മോനാസ്റ്ററികളുടെ കരാറുകളുടെ നിരവധി ഉദാഹരണങ്ങൾ കണ്ടു. അവർ തങ്ങളുടെ വൂൾ 20 വർഷം മുൻകൂറായി വിറ്റിരുന്നു. അടുത്ത 20 വർഷത്തേക്കുള്ള വിൽപ്പന അവർ നേരത്തെ തന്നെ വിദേശ വ്യാപാരികൾക്ക് നടത്തി. ഇവയും ചില ഉദാഹരണങ്ങളാണ്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനം ഞാൻ പറയുമ്പോൾ ജപ്പാനിൽ അരിയുടെ ഒരു ഫ്യൂച്ചർ മാർക്കറ്റ് വികസിപ്പിച്ചിരുന്നു. പിന്നെ 1488-ൽ ഷിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്, അതായത് CBOT, ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റുകളും സൗകര്യമൊരുക്കി. അതിനാൽ ഫോർവേഡ് കോൺട്രാക്റ്റുകൾക്കായി നാം മുന്നോട്ട് പോകാം. പിന്നീട് 1890കളിൽ ചിക്കാഗോ മർച്ചന്റൈൽ എക്സ്ചേഞ്ച് തന്നെയാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഓർഗനൈസ് ചെയ്തത്. അതിനുശേഷം 1172, 73, 75-ല് ഷിക്കാഗോയിലായിരുന്നു കൂടുതൽ ട്രേഡിങ്ങിനുള്ള ഓപ്ഷനുകൾ എടുത്തത്. അതിനുശേഷം 73-ല് മാർക്കറ്റ് പ്ലേസ് ലിസ്റ്റഡ് ഓപ്ഷനുകൾക്കായി ട്രേഡിംഗ് ആരംഭിച്ചു. 75-ലെ ട്രഷറി ബില്ലുകളുടെ ഫ്യൂച്ചറുകൾ അവതരിപ്പിച്ചു. ബോൺസ് എന്ന ട്രഷറി ബോണ്ടുകളുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവർ കൊണ്ടുവന്നു. ഇങ്ങനെ തന്നെയാണ് ഇക്വിറ്റി ഡെറിവേറ്റീവുകളുടെ യാത്ര നടന്നത്. ഇപ്പോൾ നാം സംസാരിക്കാം ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച്. ആഗോളതലത്തിൽ ഏത് ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 5 ദശാബ്ദങ്ങളിലോ കഴിഞ്ഞ 50 വർഷങ്ങളിലോ നോക്കിയാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ അതിശയകരമായ വളർച്ചയാണ് ഉണ്ടായത്.
ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിരവധി പുതിയ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അവതരിപ്പിക്കപ്പെട്ടു. വ്യത്യസ്ത എക്സ്ചേഞ്ചുകൾ പുതിയ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അവതരിപ്പിച്ചു. ലോകമാകെ ചില ഘടകങ്ങളുണ്ട്. അവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ഇവയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവുകളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഉദാഹരണത്തിന്, വർദ്ധിച്ചു വരുന്ന അസ്ഥിരത, അണ്ടർലൈയിങ് ആസ്തികളുടെ വിലകളിലെ മാറ്റങ്ങൾ, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ വിലകളിലെ വ്യത്യാസങ്ങൾ എന്നിവ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അണ്ടർലൈയിങ് ആസ്തികളുടെ വിലകൾ വളരെയധികം വോളറ്റൈലാണ്. അതായത് വളരെ ഉയർച്ചയും താഴ്ചയും കാണിക്കുന്നു. അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നാം പഠിക്കും ഡെറിവേറ്റീവ്സ് എങ്ങനെ ഹെഡ്ജിംഗ് ഉദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്തതാണെന്നും ഹെഡ്ജിംഗ് വഴി അണ്ടർലൈയിങ് ആസ്തികളുടെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നിങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നതും. ആദ്യം ഫിനാൻഷ്യൽ മാർക്കറ്റിലെ അണ്ടർലൈയിങ് ആസ്തികളുടെ വിലയെ വർദ്ധിച്ചുള്ള മാറ്റങ്ങൾ. രണ്ടാമതായി ആഗോളതലത്തിൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ ഇൻ്റഗ്രേഷൻ. ഇവയും ഡെറിവേറ്റീവ്സിന്റെ വളർച്ചയ്ക്ക് വലിയ കാരണങ്ങളാണ്. ഇന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ ഇൻ്റഗ്രേഷൻ സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇന്ന് US സാമ്പത്തിക വ്യവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചാലേ അതിൻ്റെ സ്വാധീനം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലും മറ്റു രാജ്യങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇന്ന് ജപ്പാനിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, യൂറോപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, ഏതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയിലോ എല്ലാം ഗ്ലോബൽ ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനാൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ സ്വാധീനം എല്ലായിടത്തും കാണാം. ഏറ്റവും പുതിയ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കുന്നത് ട്രാൻസാക്ഷൻ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഏറ്റവും പുതിയ ടെക്നോളജിയും കമ്മ്യൂണിക്കേഷനും വളരെ വേഗത്തിലാണ്. ഇന്ന് ടെക്നോളജി വളരെ വേഗത്തിലാണ്. കൂടാതെ ടെക്നോളജി ദിവസേന മെച്ചപ്പെടുകയും ചെയ്യുന്നു. മുൻപ് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങണമെങ്കിൽ NSEയിലേക്ക് നേരിട്ട് ഫിസിക്കലായി പോകേണ്ടി വരുമായിരുന്നു, ഡൽഹിയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്. നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ ഷെയറുകൾ വാങ്ങാൻ. ഇന്നെല്ലാം ഡിജിറ്റൽ ആയിരിക്കുന്നു. ഒരു ഡിമാറ്റ് അക്കൗണ്ട് പോലും നിങ്ങൾക്ക് ഡിജിറ്റലായി തുറക്കാം. നിങ്ങൾ വെറും കുറേ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ട്രേഡ് നടക്കുന്നു. അതിനാൽ വളരെ എളുപ്പമാണ്. ഇന്ന് ട്രേഡിംഗ് സിസ്റ്റം വിപണിയിലെ പങ്കാളികളുടെ മനസ്സിലാക്കലും അത്യാധുനിക റിസ്ക് മാനേജ്മെന്റ് ടൂളുകളും അടിസ്ഥാനമാക്കി രൂപപ്പെട്ടിരിക്കുന്നു. അതിനാൽ റിസ്ക് മാനേജ്മെന്റ് ടൂളുകൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന അത്യാധുനിക റിസ്ക് മാനേജ്മെന്റ് ടൂളുകൾ ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമാണ്. പ്ലസ് വിപണിയിലെ പങ്കാളികളെ മനസ്സിലാക്കുന്നതിന് ഒരു തരത്തിൽ കോളേജ് പോലെയാണ്. ഇന്ന് വിപണിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്ററും വളരെ പരിചയസമ്പന്നനായ ഇൻവെസ്റ്ററാണ്. അവൻ ഇക്വിറ്റി ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സ്ഥിരമായ പുതുമകളും പുതിയ പ്രോഡക്റ്റ് ആപ്ലിക്കേഷനുകളും വരുന്നു. അതിനാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വളരെയധികം നവീകരണങ്ങൾ നടക്കുകയാണ്. ഇന്നവേഷൻ എന്നതിൽ ഉദാഹരണത്തിൽ ഗോൾഡിന്റെ ഇന്നവേഷൻ പറയാൻ പോകുമ്പോൾ ഒരു ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സ് എടുക്കുമ്പോൾ അതിൽ ട്രേഡിംഗ് 1 കിലോഗ്രാമിൽ നടക്കുന്നു. പിന്നെ അത് 100 ഗ്രാമിലുണ്ട്. ഇപ്പോൾ ഗോൾഡ് 10 ഗ്രാമിലും പുറത്തിറക്കിയിട്ടുണ്ട്. കമ്മോഡിറ്റിയിൽ എക്സ്ചേഞ്ച് ഈ രീതിയിൽ പുതിയ ഇന്നോവേഷനുകൾ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ റെഗുലേറ്റർമാർ ചെയ്യാറുണ്ട്. ഇതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ വളർച്ചയെ ആഗോളതലത്തിൽ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ. ഇങ്ങനെ ആഗോളതലത്തിൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ വളർച്ച വളരെ വേഗത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിൽ എങ്ങനെ ഡെറിവേറ്റീവ് മാർക്കറ്റ് വന്നത്, എങ്ങനെ അതിന്റെ വളർച്ച നടന്നത് എന്നിങ്ങനെയാണ്. ആദ്യമായി 1996 സെബി ഡോക്ടർ LC ഗുപ്തയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു, ഇന്ത്യയിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗിനായി ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വികസിപ്പിക്കാൻ. അപ്പോൾ ഡോക്ടർ LC ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ പ്രധാന ജോലി ഡെറിവേറ്റീവുകളിൽ ട്രേഡിംഗ് എങ്ങനെ നടക്കണം എന്നതിനു വേണ്ടി ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് തയ്യാറാക്കുക എന്നതായിരുന്നു. ഡിമാറ്റ് അക്കൗണ്ടുകൾ എങ്ങനെ തുറക്കണം, ആരെല്ലാം ഡെറിവേറ്റീവിൽ പങ്കെടുക്കാം, ഏത് ഷെയറുകളുടെ ഡെറിവേറ്റീവ് ഉണ്ടാകണം, എത്ര ശതമാനം മാർജിൻ വേണം എന്നിവയെക്കുറിച്ച് തീരുമാനിക്കുക എന്നതായിരുന്നു ഡോക്ടർ LC ഗുപ്തയുടെ കമ്മിറ്റിയുടെ പ്രധാന ജോലി. 1996 ഇതിനെ സജ്ജമാക്കി. പിന്നീട് 1998 എല്ലാവരും പ്രൊഫസർ JR വർമ്മയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റുകളിൽ റിസ്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ച് റിക്കമെൻഡ് ചെയ്ത പ്രധാന നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കുകയായിരുന്നു. ഡെറിവേറ്റീവ് മാർക്കറ്റുകളിൽ പറയുന്നത് ഡെറിവേറ്റീവ്സ് ശരിയായി കൈകാര്യം ചെയ്യാത്ത പക്ഷം ഇവ വലിയ നാശം വിതയ്ക്കുന്ന ആയുധങ്ങളാണ് എന്നതാണ്. കാരണം പ്രധാനമായും വലിയ പണം, പ്രത്യേകിച്ച് റീറ്റെയിലർമാർക്കുള്ള വലിയ പണം ഇവിടെയാണ് നഷ്ടപ്പെടുന്നത്. അതിനാലാണ് പറയുന്നത് ഡെറിവേറ്റീവ്സ് വലിയ നാശം വിതയ്ക്കുന്ന ആയുധങ്ങളാണ്. പക്ഷേ ഇവ ശരിയായി ഉപയോഗിച്ചാൽ ഈ ടൂളുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ റിസ്ക് കുറയ്ക്കുന്നതിൽ വളരെ സഹായകമാണ്. അതിനുശേഷം 1999 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഭേദഗതി ചെയ്തു. അതിൽ ഡെറിവേറ്റീവ് എന്ന പദം ഉപയോഗിച്ചു. സെക്യൂരിറ്റീസ് എന്ന മേഖലയ്ക്കുള്ളതായാണ്. അതിനാൽ ഇന്ത്യയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എങ്ങനെ സ്ഥാപിതമായതും ഇന്ത്യയിൽ അത് എങ്ങനെ മുന്നോട്ട് പോയതുമാണ് നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ടത്.
അതിനുശേഷം 2000 എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആരംഭിച്ചു. അതായത് BSEയും NSEയും ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റുകൾ അവതരിപ്പിക്കാൻ അനുമതി നൽകി. 2000 മുതൽ ഔദ്യോഗികമായി ഇന്ത്യയിൽ എല്ലാവരും NSEയും BSEയും ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് അവതരിപ്പിക്കാൻ അനുമതി നൽകി. ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ അവർ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് അവതരിപ്പിച്ചു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയും പ്രത്യേകമായി ചില സ്റ്റോക്കുകളുടെ ഡെറിവേറ്റീവ്സും അവതരിപ്പിച്ചു. അതിനാൽ 2000 ഇന്ത്യയിൽ ഓപ്ഷൻ ട്രേഡിംഗും ഡെറിവേറ്റീവ് ട്രേഡിംഗും ആരംഭിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ഫോർവേഡ് ആണ്. അതായത് ഒരു ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ട് പാർട്ടികൾക്കിടയിലെ ഒരു കരാറാണ്. ഇങ്ങനെ രണ്ട് പാർട്ടികൾക്കിടയിൽ ഒരു കരാർ ഉണ്ടാവുന്നു. അതിൽ അവർ ഇന്ന് തന്നെ തീരുമാനിക്കുന്നു ഒരു അണ്ടർലൈങ് ആസറ്റ് ഒരു നിർദ്ദിഷ്ട ഭാവി തീയതിയിൽ വാങ്ങണോ വിൽക്കണോ എന്ന്. അതും കരാർ ഉണ്ടാക്കുന്ന ദിവസം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച വിലയ്ക്ക്. അപ്പോൾ ഇന്ന് തന്നെ തീരുമാനിക്കപ്പെടും ഞാൻ ഏത് വിലയ്ക്കും ഇന്നിൽ നിന്ന് വാങ്ങും അല്ലെങ്കിൽ ഏത് വിലയ്ക്ക് വിൽക്കും. 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ കരാറിൻ്റെ എക്സ്പയറി എപ്പോഴാണോ അതനുസരിച്ച് എത്ര കാലത്തേക്കാണ് കരാർ ഉണ്ടാകുന്നതോ അതിനാൽ വില മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കും. അതിൽ നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും. അണ്ടർലൈങ് അസറ്റ് ഒരു നിർദ്ദിഷ്ട ഭാവി തീയതിക്ക് 2 പാർട്ടികളും വരും. ഇരുവരും തീരുമാനിക്കും ആ ഭാവിയിൽ ഞാൻ 1 മാസം കഴിഞ്ഞ് ഈ വിലയ്ക്ക് ഈ കരാറ് ഈ സെക്യൂരിറ്റി ഞാൻ നിന്നിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് ഞാൻ നിന്നിൽ ഈ സെക്യൂരിറ്റി വിറ്റു. അതിനാൽ ഇതൊരു പ്ലെയിൻ വാനില ഫോർവേഡ് കരാറാണ്. 2 പാർട്ടികളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ട്രാൻസാക്ഷനിൽ ഇരുവരും ബാധ്യസ്ഥരാണ്. അതിനാൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തില്ല എന്നല്ല, 2 പാർട്ടികളും ഈ കരാറിൽ ബാധ്യസ്ഥരാണ്. ഈ ട്രാൻസാക്ഷൻ പൂർണ്ണമായി നടപ്പിലാക്കാൻ ഇരുവരുടെയും ബാധ്യത വളരെ പ്രധാനമാണ്. ഈ കാര്യം ശ്രദ്ധയോടെ മനസ്സിലാക്കൂ. വിലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കോ ഡെലിവറിയുടെ സമയത്ത് വിലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കോ ബാധിക്കാതെ ഇരുവരും ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതിനാൽ ഡെലിവറി സമയത്ത് നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഞാനിത് നിങ്ങൾക്ക് ഒരു 120 രൂപയ്ക്ക് വിറ്റു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ വില അത്രയൊന്നും കൂടിയില്ല, ഒരു 110 രൂപയിലേ എത്തിച്ചേരൂ. അതിനാൽ നിങ്ങൾക്ക് ഈ കരാറിനെ കുറിച്ച് പറയാൻ കഴിയില്ല, ഇല്ല ഞാൻ വില ഒരു 120-ൽ കൂടി കാത്തിരിക്കുമെന്ന്. അങ്ങനെ നടക്കില്ല. ഫോർവേഡ് കരാർ അവിടെ തന്നെ അവസാനിക്കും. നിങ്ങൾക്ക് അതേ സമയം തന്നെ വിൽക്കേണ്ടി വരും. അതിനാൽ ഒരു 110 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് വിൽക്കേണ്ടി വരും. ഇതിനെ തന്നെ പ്ലെയിൻ വിൻ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഞാൻ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് നോക്കൂ. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിനോട് വളരെ സാമ്യമുള്ളതാണ്. മുഴുവൻ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഒരു മാത്രം വ്യത്യാസമുണ്ട്. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്നത് ഒരു റെഗുലേറ്റഡ് എക്സ്ചേഞ്ച് നൽകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നടക്കുന്നത്. അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇരുവശവും പാർട്ടികൾ തങ്ങളായി തീരുമാനിച്ചു നാം ഒരു ഫ്യൂച്ചർ തീയതിയിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്ന വിലയിൽ ഒരു ട്രേഡ് നടത്തുമെന്ന്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ അതേ കാര്യമാണ് നടക്കുന്നത്. പക്ഷേ അത് മാത്രം അംഗീകൃത എക്സ്ചേഞ്ചിന്റെ പ്ലാറ്റ്ഫോം വഴി മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഫ്യൂച്ചർ എന്നതൊരു ഫോർവേഡ് കോൺട്രാക്റ്റിനോട് വളരെ സാമ്യമുള്ളതാണ്. വ്യത്യാസം വെറും അതിലെ ഇടപാടുകൾ ഓർഗനൈസ്ഡായും റെഗുലേറ്റഡായുമുള്ള എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നു എന്നതാണ്. അതിനാൽ ഒരു രീതിയിൽ പറയുമ്പോൾ ഫ്യൂച്ചേഴ്സ് എന്നത് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫോർവേഡ് കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ ഈ ചോദ്യം വരാം, ഫ്യൂച്ചർ എന്നത് എന്താണ്? എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫോർവേഡ് കോൺട്രാക്റ്റുകളാണോ അത്? അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതേ എന്ന് പറയാം. മൂന്നാമത്തത് ഓപ്ഷനുകളാണ്. ഇപ്പോൾ നാം ഓപ്ഷനുകളെ കുറിച്ച് സംസാരിക്കും. ഓപ്ഷൻസ് എന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു കരാറാണ്. അതിൽ നിങ്ങൾക്കൊരു നിശ്ചിത തീയതിയിലും വിലയിലും അണ്ടർലൈങ് ആസ്തി വാങ്ങാനും വിൽക്കാനും അവകാശം നൽകുന്നു, പക്ഷെ നിർബന്ധമില്ല. ഈ കരാറ് നിങ്ങൾക്ക് അവകാശം നൽകുന്നു, നിർബന്ധമല്ല. അതായത് നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും കഴിയും. അണ്ടർലൈങ് സെക്യൂരിറ്റിയെ നിശ്ചിത തീയതിയിലും വിലരിയും. അതിനാൽ നിങ്ങളൊരു ബയറാണെങ്കിൽ, നിങ്ങളൊരു ഓപ്ഷൻ ബയറാണെങ്കിൽ, അപ്പോൾ ബയർ പ്രീമിയം അടയ്ക്കും, സെല്ലർ ആ പ്രീമിയം സ്വീകരിക്കും. ഓപ്ഷൻ്റെ സെല്ലർ പ്രീമിയം സ്വീകരിക്കും, ഓപ്ഷൻ്റെ ബയർ പ്രീമിയം അടയ്ക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ്റെ സെല്ലർ, അതായത് പ്രീമിയം സ്വീകരിക്കുന്ന സെല്ലർക്ക് അണ്ടർലൈൻ വിൽക്കാനുള്ള ബാധ്യതയുണ്ട്. അതിനാൽ അവൻ തൻ്റെ സെക്യൂരിറ്റി നൽകേണ്ടി വരും. ബയർ അവൻ്റെ അവകാശം ഉപയോഗിച്ചാൽ ഇവ രണ്ടും ഓപ്ഷനുകളാണ്. അടുത്ത ചാപ്റ്ററുകളിൽ നാം ശ്രദ്ധയോടെ ഓപ്ഷനുകൾ എന്താണെന്ന് പഠിക്കും. ഇക്വിറ്റിയിൽ ഓപ്ഷനുകൾ സംബന്ധിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. നിങ്ങൾ ഓപ്ഷൻ്റെ ബയർ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രീമിയം അടയ്ക്കേണ്ടി വരും. അതിനാൽ നിങ്ങൾ ഓപ്ഷൻ വാങ്ങാൻ കഴിയും. ഉദാഹരണത്തിന് നിഫ്റ്റി എടുത്ത് നോക്കാം. നിങ്ങൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ, ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇതർത്ഥമാക്കുന്നത് നിങ്ങൾ ബുള്ളിഷാണ്, അതായത് മാർക്കറ്റ് ഉയരുമെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ കോൾ ഓപ്ഷനിൽ നിങ്ങൾ നൽകിയ പ്രീമിയം വർദ്ധിക്കും. ഇൻഡെക്സ് വില ഉയരുന്നതനുസരിച്ച് എത്ര ഉയരും, ഇൻഡെക്സ് എങ്ങനെ മൂവ് ചെയ്യും എന്നത് നാം വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ വിശദമായി പഠിക്കും.
പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ബുള്ളിഷ് ആവുമ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങുന്നതാണ്. മാർക്കറ്റ് ഉയരുമ്പോൾ നിങ്ങളുടെ പ്രീമിയവും കൂടും. അപ്പോൾ നിങ്ങൾക്ക് ലാഭം നേടാനുള്ള സാധ്യതകൾ ഉണ്ടാകും. പുട്ട് ഓപ്ഷൻ വാങ്ങുമ്പോൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. പുട്ട് ഓപ്ഷൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മാർക്കറ്റിനെ ബെയറിഷ് ആയി കാണുന്നു എന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്ഷൻ ഉണ്ടാകാം, മാർക്കറ്റ് താഴേക്ക് പോകാം എന്നതാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ വാങ്ങിയാൽ അതിന്റെ വില കൂടും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പ്രീമിയം അടച്ചിട്ടുണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് വാങ്ങുന്നവനാണെങ്കിൽ നിങ്ങളുടെ പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ തുറയും, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ പോലും നിങ്ങളൊരു പ്രീമിയം നൽകുകയാണ്, ശരിയാണല്ലോ. അതിനാൽ നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ നിങ്ങൾ പ്രീമിയം അടയ്ക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഇൻഡെക്സ് മേലോ താഴെയോ പോകുമ്പോഴും അതോ ആ ഓപ്ഷൻ ഒരു സെക്യൂരിറ്റിയുടേതോ സ്റ്റോക്കിൻ്റെതോ ആണോ എന്ന്. സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവും. നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രീമിയം ലഭിക്കും. അതിനാൽ പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ കോളിനെ വിൽക്കുകയോ റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുട്ടിനെ വിൽക്കുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രീമിയം ലഭിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ബാധ്യതയുണ്ട്. അതായത് സെൽ ബൈ ബയർ അവൻ്റെ റൈറ്റ് എക്സസൈസ് ചെയ്താൽ ഇതാണ് ഓപ്ഷനുകൾ. ഇങ്ങനെ ആഹിസ്തെ ആഹിസ്തെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഓപ്ഷനുകളിൽ നാം മുന്നോട്ട് പോയി ട്രേഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ നാം സ്വാപ്സിലേക്ക് വരാം. കാണൂ, സ്വാപ്പ് എന്നത് രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്നൊരു കരാറാണ്. ഭാവിയിൽ ചില ക്യാഷ് ഫ്ലോകൾ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കരാർ ചെയ്യുന്നത്. എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമെന്നത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഫോർമുല പ്രകാരമായിരിക്കും. അതായത് ഇന്നത്തെ ഒരു ഫോർമുല ഉപയോഗിച്ച് തീരുമാനിച്ചെടുക്കുന്നു ഭാവിയിൽ നാം നമ്മുടെ ക്യാഷ് ഫ്ലോകൾ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന്. സാധ്യമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ഞാൻ മറ്റൊരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഭാവിയിൽ അതിൽ നിന്ന് നമുക്ക് ചില ക്യാഷ് ഫ്ലോകൾ ലഭിക്കാനുണ്ട്. അപ്പോൾ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഫോർമുല ഉപയോഗിച്ച് നാം ഇന്നത്തെ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇരുവരും തീരുമാനിക്കും നമ്മുടെ ക്യാഷ് ഫ്ലോ സ്വാപ്പ് ചെയ്യാനാണ് പോകുന്നതെന്ന്. അതിനാൽ അടിസ്ഥാനത്തിൽ ഇതാണ് ഒരു എഗ്രിമെന്റ്. രണ്ട് പാർട്ടികൾ തമ്മിൽ അവരവരുടെ ഭാവിയിലെ ക്യാഷ് ഫ്ലോകൾ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഫോർമുല പ്രകാരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനാൽ ശ്രദ്ധയോടെ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നാം കൂടുതൽ വിശദമായി പഠിക്കും സ്വാപ്പ് എങ്ങനെ നടക്കുന്നു എന്ന്. അതിനാൽ ആദ്യ ചാപ്റ്റർ മുഴുവൻ അടിസ്ഥാനപരമായതാണ്. അതിനാലാണ് ഞാൻ നിങ്ങൾക്ക് 22 വരി 33 വരി ഡെഫിനിഷൻ പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഉദാഹരണങ്ങളിലൂടെ ഞാൻ ഓരോ കാര്യവും വളരെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. സ്വാപ്സ് എന്താണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുന്നതിൽ സഹായിക്കുന്നു. ഉദാഹരണത്തിന് പലപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വോളറ്റിലിറ്റി, കറൻസി എക്സ്ചേഞ്ച് റേറ്റുകൾ, കമോഡിറ്റി വിലകൾ എന്നിവയിൽ സ്വാപ്സ് കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് കാണാം. അതിനാൽ ഒരു രീതിയിൽ നിങ്ങളുടെ റിസ്ക് കുറയ്ക്കുന്നതിൽ സ്വാപ്സ് സഹായിക്കുന്നു. ഇവയാണ് ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പങ്കാളികളായി പ്രവർത്തിക്കുന്നവർ ആരെല്ലാം ആകാമെന്ന്. ശരിയാം, ആദ്യം നമുക്ക് ഹെഡ്ജേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. കാണോ, ഹെഡ്ജേഴ്സ് എന്നവർ വരുന്നു, പിന്നെ സ്പെക്യുലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് വരുന്നു, പിന്നെ ആർബിട്രേജേഴ്സ് വരുന്നു. ഈ മൂവരിലും വലിയ വ്യത്യാസമുണ്ട്. കൂടാതെ ഈ ചോദ്യം, വിശ്വസിക്കൂ, ഈ ചോദ്യം 100-ൽ 10% വരും. ഒരു ഹെഡ്ജറിൻ്റെ ജോലി എന്താണ്, ഒരു സ്പെക്യുലേറ്റർ എന്ത് ചെയ്യുന്നു, ഒരു ആർബിട്രേജർ എന്ത് ചെയ്യുന്നു എന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ്ജറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹെഡ്ജേഴ്സ് ആരാണെന്നാൽ ഇവർക്ക് ഇതിനകം തന്നെ അണ്ടർലൈയിങ് ആസ്തിയുടെ വിലയുമായി ബന്ധപ്പെട്ട റിസ്ക് ഉണ്ട്. അതിനാൽ ആ റിസ്ക് കുറയ്ക്കാൻ ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നു. ഇവരുടെ പ്രധാന ഉദ്ദേശ്യം മറ്റേതെങ്കിലും പൊസിഷനുകളിൽ നിന്ന് നഷ്ടം ഒഴിവാക്കുകയാണ്. അതായത് ഇവർക്ക് ഇതിനകം തന്നെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എങ്ങനെയുണ്ടാകുന്നു? ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അവർ ഇതിനകം തന്നെ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നിഫ്റ്റിയുടെ ഒരു ഡെറിവേറ്റീവ് നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് റിസ്ക് ഉണ്ട്. ഇപ്പോൾ എനിക്ക് റിസ്ക് ഇതിനകം തന്നെ മാർക്കറ്റിലുണ്ട്. നിഫ്റ്റിയുടെ വില താഴേക്ക് പോയാൽ എനിക്ക് റിസ്ക് ഉണ്ട്, എനിക്ക് അവിടെ നഷ്ടം വരാൻ തുടങ്ങും. ശരിയാണോ? അതിനാൽ ഹെഡ്ജേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഏതെങ്കിലും ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട് ഒരു നിർദ്ദിഷ്ട തുകയ്ക്ക്. ഞാൻ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ റിസ്ക് എന്താണ്? വാങ്ങുന്നതിൽ റിസ്ക് എന്നത് ഈ ഷെയർ വില താഴേക്ക് പോകാമെന്നതാണ്. അതിനാൽ ഞാൻ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എൻ്റെ പൊസിഷൻ ഹെഡ്ജ് ചെയ്യാം. ഞാൻ ഡെറിവേറ്റീവ് വഴി ആ പ്രത്യേക ഷെയറിൻ്റെ ഫ്യൂച്ചർ വിറ്റ് കളയാം, അതിൻ്റെ പുട്ട് ഓപ്ഷൻ വാങ്ങാം. എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് വില താഴേക്ക് പോകുന്നുവെന്ന്. അതിനാൽ ഇതാണ് എൻ്റെ പൊസിഷൻ. ഒന്നാമത് ബൈയിങ് പൊസിഷൻ ഇതിനകം തന്നെയുണ്ട്. കൂടാതെ ഞാൻ സെല്ലിംഗ് പൊസിഷനും ഉണ്ടാക്കി. അതിനാൽ എൻ്റെ ഹെഡ്ജ്ഡ് പൊസിഷനായി മാറുന്നു. അതായത് ഒരു നഷ്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പൊസിഷനിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഹെഡ്ജ്ഡ് പൊസിഷൻ എങ്ങനെ പുറത്തെടുക്കണമെന്ന് അറിയണം. കാരണം നേക്കഡ് പൊസിഷൻ എടുക്കേണ്ടി വരും നിങ്ങൾക്ക് മാർക്കറ്റിൽ ലാഭം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ. എന്നാൽ ഹെഡ്ജിംഗ് എന്നത് പ്രധാനമായും നഷ്ടം കുറയ്ക്കാനാണ്.
അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് തോന്നുന്നു കോവിഡ് വൈറസ് മൂലം മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്, നിങ്ങളുടെ മുഴുവൻ പോർട്ട്ഫോളിയോയും വിറ്റുകളയാം, അല്ലെങ്കിൽ ഓപ്ഷനുകൾ വഴി, ഡെറിവേറ്റീവ്സ് വഴി നിങ്ങളുടെ പൊസിഷൻ ഹെഡ്ജ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുമ്പോൾ 20 മുതൽ 30% വരെ നിങ്ങൾക്ക് തോന്നുന്നു മാർക്കറ്റ് ഇപ്പോൾ താഴെ പോയി ഇവിടെ നിന്ന് റിവേഴ്സ് ആകാമെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ജ് ചെയ്ത പൊസിഷനിൽ നിന്ന് പുറത്ത് കിടക്കാം. പിന്നെ നിങ്ങളുടെ സാധാരണ പൊസിഷൻ തുടരും. ഇതുപോലെയാണ് ഇതിലെ ട്രേഡിംഗ് നടക്കുന്നത്. ഹെഡ്ജേഴ്സിന്റെ ജോലി എന്താണ്? തങ്ങളുടെ പോർട്ട്ഫോളിയോയെ ഹെഡ്ജ് ചെയ്ത് നഷ്ടം കുറയ്ക്കുക എന്നതാണ്. ഇപ്പോൾ നാം സ്പെക്കുലേറ്റർമാരെയും ട്രേഡർമാരെയും കുറിച്ച് സംസാരിക്കാം. നോക്കൂ, ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവയാണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. ഇവിടെ സ്പെക്കുലേറ്റർമാരും ട്രേഡർമാരും വളരെ കൂടുതലായി വരുന്നു. പ്രത്യേകിച്ച് രാത്രിയിലോ രാത്രി കോടീശ്വരന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും വളരെ വേഗത്തിൽ വലിയ റിട്ടേൺസ് നേടാൻ ശ്രമിക്കുന്നവരും. മാർക്കറ്റിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അവ നിങ്ങളുടെ പണം ഇരട്ടിയാക്കി കൊടുക്കാനും കഴിയും. പക്ഷെ മുഴുവൻ മൂലധനം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പണം പൂർണ്ണമായും പൂജ്യമാകാം. അതെ, നിങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കി. ഡെറിവേറ്റീവിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു സ്പെക്കുലേറ്റർ ആണെങ്കിൽ, നിങ്ങളുടെ മുഴുവൻ മൂലധനം തന്നെ വൈപ്ഡ് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഡെറിവേറ്റീവിലെ ട്രേഡിംഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റർ ആരാണെന്നാൽ, അവർ അണ്ടർലൈങ് ആസ്തികളുടെ ഭാവി വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രവചിക്കാൻ ശ്രമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ പൊസിഷൻ എടുക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സ്പെക്കുലേറ്റർ ട്രേഡർ എന്ത് ചെയ്യുമെന്നാൽ, അവൻ ആ സ്റ്റോക്ക് വിലയുടെ ഭാവി ചലനം പ്രവചിക്കാൻ ശ്രമിക്കും. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പൊസിഷൻ നിർണ്ണയിക്കും. വാങ്ങലോ വിൽപ്പനയോ ചെയ്യുകയും അതിലൂടെ തന്നെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്പെക്കുലേഷൻ ട്രേഡേഴ്സിന് ശേഷം മൂന്നാമത്തേതാണ് ആർബിട്രാജിംഗ്. കാണൂ, ആർബിട്രാജിംഗ് എന്നത് എന്താണെന്നാൽ, 2 എക്സ്ചേഞ്ചുകളിലുള്ള വില വ്യത്യാസം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെയാണ് ആർബിട്രാജ് എന്ന് പറയുന്നത്. ആർബിട്രാജിംഗ് അവസരങ്ങൾ 2 ക്യാഷ് മാർക്കറ്റുകൾക്കിടയിൽ ഉണ്ടാകാം, 2 ഡെറിവേറ്റീവ് മാർക്കറ്റുകൾക്കിടയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലും ഉണ്ടാകാം. ഇവയാണ് മാർക്കറ്റ് പങ്കാളികൾ അടിസ്ഥാനപരമായി. ഇപ്പോൾ നാം ഡെറിവേറ്റീവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. കാണൂ, ഏറ്റവും ആദ്യം ഇത് വില കണ്ടെത്തൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ അൺഓർഗനൈസ്ഡ് മാർക്കറ്റുകളിൽ നിന്നുള്ള സ്പെക്കുലേറ്റീവ് ട്രേഡുകൾ ഓർഗനൈസ്ഡ് മാർക്കറ്റിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. അതിനാൽ ഏറ്റവും ആദ്യം ഇത് വില കണ്ടെത്തലിന് സഹായിക്കുന്നു. വില കണ്ടെത്തൽ എങ്ങനെ നടക്കുന്നു എന്നത് യഥാർത്ഥ മൂല്യനിർണ്ണയത്തിലും പ്രതീക്ഷകളിലും അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ കൂടുതൽ പങ്കാളികൾ മാർക്കറ്റിലുണ്ടെങ്കിൽ നിങ്ങളുടെ വില കണ്ടെത്തലും നടക്കും. എങ്ങനെയെന്നാൽ, ചിലർ ഒരു സെക്യൂരിറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, ചിലർ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന്, ഞാനൊരു ബയർ ആണെങ്കിൽ ഞാൻ 100 രൂപയ്ക്ക് സെക്യൂരിറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു ബയർ കൂടി വരുന്നു, അവനും 100.25 രൂപയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരു 100 രൂപ 50 പൈസയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റുള്ളവർ ചില വസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മൂല്യനിർണ്ണയം മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലസ് ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിൽ അവിടെ വില കണ്ടെത്തൽ നടക്കുന്നു. ഇതാണ് ഡെറിവേറ്റീവുകളുടെ പ്രാധാന്യം. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെ ഇത് വില കണ്ടെത്തൽ മെച്ചപ്പെടുത്തുന്നു എന്ന്. ഈ രീതിയിൽ ഡെറിവേറ്റീവ്സ് വില കണ്ടെത്തലിൽ സഹായിക്കുന്നു. അതുപോലെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാനും സഹായിക്കുന്നു. രണ്ടാമത്തേത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ റിസ്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. ഹെഡ്ജേഴ്സ് റിസ്ക് വിട്ടുകൊടുക്കുന്നു, ട്രേഡേഴ്സ് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നിങ്ങളൊരു പൊസിഷൻ ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് ഒരു രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാണ്. നിങ്ങളൊരു പൊസിഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിപരീതമായി മറ്റൊരു പൊസിഷൻ ഉണ്ടാകുന്നു. അതായത് ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമാണ്, ഒരാളുടെ നഷ്ടം നിങ്ങളുടെ ലാഭമാണ്. ഈ രീതിയിൽ ട്രേഡേഴ്സ് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ഹെഡ്ജേഴ്സ് ആ റിസ്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നു. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവരിൽ നിന്ന്, കുറഞ്ഞ റിസ്ക് ആഗ്രഹമുള്ളവരിൽ നിന്ന് അതിന് ഉയർന്ന റിസ്ക് ആഗ്രഹമുള്ളവരിലേക്ക് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങളുടെ റിസ്ക് ആഗ്രഹം കുറവാണെങ്കിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ റിസ്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഉയർന്ന റിസ്ക് ആഗ്രഹമുള്ളവൻ, അതായത് വലിയ സ്പെക്കുലേറ്റർ അല്ലെങ്കിൽ ട്രേഡർ, അവനാണ് ഈ റിസ്ക് എടുക്കുന്നത്. ഇതിലൂടെ സ്പെക്കുലേറ്റീവ് ട്രേഡുകൾ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ നിന്ന് ഓർഗനൈസ്ഡ് മാർക്കറ്റിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. ഇന്ന് ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റിലാണ്. നമ്മുടെ സെബിന്ന് റെഗുലേറ്ററും NSE, BSE പോലുള്ള എക്സ്ചേഞ്ചുകളും അവയുടെ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നാം ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നത്. ഈ രീതിയിൽ സ്പെക്കുലേറ്റീവ് ട്രേഡ് ആയാലും ട്രേഡറുടെ ട്രേഡ് ആയാലും സ്പെക്കുലേറ്റർ ആയാലും ഹെഡ്ജർ ആയാലും ഇന്ന് നിങ്ങൾക്കൊരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ലഭ്യമാണ്. ഇവയാണ് ഡെറിവേറ്റീവിൻ്റെ പ്രാധാന്യങ്ങൾ. ഇനി നമുക്ക് സംസാരിക്കാം ഡെറിവേറ്റീവ് പങ്കാളികൾ നേരിടുന്ന റിസ്കുകളെക്കുറിച്ച്. ആദ്യം തന്നെ ഡെറിവേറ്റീവിൽ എന്താണ് പ്രത്യേകത എന്നാൽ, ഇത് ലിവറേജ് ചെയ്ത ഇൻസ്ട്രുമെന്റുകളാണ്. അതായത് ഇവയെല്ലാം ലിവറേജ് കോൺട്രാക്റ്റുകളാണ്.
അതിനാൽ ആദ്യമായി ഇവിടെ വരുന്ന റിസ്ക് കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. അതായത് കൗണ്ടർ പാർട്ടി ഡീഫോൾട്ട് ചെയ്യാനുള്ള സാധ്യത. നാം മുമ്പ് പറഞ്ഞതുപോലെ ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊരു നിശ്ചിത വിലയിൽ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ കരാറാക്കിയിരുന്നു. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള പാർട്ടി അതിൽ നിന്ന് പിന്മാറി. അവൻ തൻ്റെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനായി ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇതാണ് കൗണ്ടർ പാർട്ടി റിസ്ക്, അതായത് നിങ്ങളുടെ ഡെറിവേറ്റീവ് പാർട്ടിസിപ്പൻറ്റുകൾ നൽകുന്ന ഒരു റിസ്ക്. രണ്ടാമത്തത് പ്രൈസ് റിസ്ക്, അതായത് പൊസിഷനിലെ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം. ഈ റിസ്ക് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകും. നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയുടെ വില താഴേക്ക് പോയാൽ നിങ്ങൾക്ക് നഷ്ടം വരും. നിങ്ങൾ സെല്ല് ചെയ്താൽ വില മേലേക്ക് പോയാൽ അതും നിങ്ങൾക്ക് നഷ്ടമാണ്. ഇതാണ് വളരെ സാധാരണമായ ഒരു റിസ്ക്. അതാണ് പ്രൈസ് റിസ്ക്. അതായത് പ്രൈസ് മൂവ്മെന്റിന്റെ കാരണത്താൽ നിങ്ങളുടെ പൊസിഷനിൽ ഉണ്ടാകുന്ന നഷ്ടം. കൂടാതെ മാർക്കറ്റ് വോളറ്റൈൽ ആണെന്നതും. അതിനാൽ ഇവിടെ വളരെ വേഗത്തിൽ നിങ്ങളുടെ പ്രൈസ് മൂവ്മെന്റ് സംഭവിക്കാം. ഇവിടെ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്, അതായത് പൊസിഷനുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ കഴിയാത്തത്. ചിലപ്പോൾ ഇതും ഒരു റിസ്ക്കായി മാറും. ഇതിന് പുറമെ ലീഗൽ റെഗുലേറ്ററി റിസ്ക് ഉണ്ട്, അതായത് കോൺട്രാക്റ്റുകളുടെ എൻഫോഴ്സിബിലിറ്റി. ഒടുവിൽ ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്, ഉദാഹരണത്തിന് തട്ടിപ്പ്, തെറ്റായ ഡോക്യുമെന്റേഷൻ എന്നിവ. എക്സിക്യൂഷൻ. അതിനാൽ ഇവയും ചില ഓപ്പറേഷണൽ റിസ്കുകൾ ഇവിടെ ഉണ്ടാകുന്നു. ഇവയാണ് ഡെറിവേറ്റീവുകളിൽ പങ്കാളികൾ നേരിടുന്ന റിസ്കുകൾ. അതുകൊണ്ട് ഗൈസ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ചില ചോദ്യങ്ങൾ നോക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻ, ഈ ഡാഷ് ഡേറ്റ്, ഇൻസ്ട്രുമെന്റ് ഡെറിവേറ്റീവ് പ്രോഡക്റ്റ്, ക്യാഷ് മാർക്കറ്റ് പ്രോഡക്റ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നിവയാണെന്ന് നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇൻഡെക്സ് ഓപ്ഷൻ എന്നത് എന്താണെന്ന് നോക്കാം. അതായത് അത് എന്തിൻ്റെ ഭാഗമായിരിക്കും? വീണ്ടും ഡെറിവേറ്റീവ്, ബോണ്ട്ലി ഡെറിവേറ്റീവ്, നിങ്ങളുടെ കോൺട്രാക്റ്റുകൾ, അതിനുള്ളിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ വരും. ഫ്യൂച്ചേഴ്സ് വരും, ഫോർവേഡുകൾ വരും, ഫ്യൂച്ചേഴ്സ് വരും, ഓപ്ഷനുകൾ വരും, സ്വാപ്സ് വരും. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ എവിടെയാണ് വരുന്നത്? ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങളിൽ. അതിനാൽ ഉത്തരമാണ് ബി, ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ. രണ്ടാം ചോദ്യം, ഒരു മാർക്കറ്റിൽ ഷെയർ വാങ്ങുകയും അതേസമയം മറ്റൊരു മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വില വ്യത്യാസത്തിൽ നിന്നുള്ള ലാഭം, അതിന് പേരാണ് ഡാഷ്. മോർഗേജ് അല്ല, ആർബിട്രാജ്, ഹെഡ്ജിങ്. സ്പെക്കുലേഷൻ നോക്കൂ. നാം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു ആർബിട്രാജ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആർബിട്രാജർമാർ എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്ന്. വിലയുടെ വ്യത്യാസം രണ്ട് മാർക്കറ്റുകളിൽ ഉണ്ടാകുമ്പോൾ ആ വ്യത്യാസത്തിൽ നിന്നാണ് അവർ ലാഭം നേടാൻ ശ്രമിക്കുന്നത്. അതിനാൽ അവർ ഒരു മാർക്കറ്റിൽ വാങ്ങുകയും മറ്റൊന്നിൽ വിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നു. അതിനാൽ ഉത്തരമാണ് ബി, ആർബിട്രാജ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്, ഹെഡ്ജിംഗ്, ആർബിട്രാജിംഗ് എന്നിവയ്ക്കുള്ള സൗകര്യം നൽകുന്നു, അല്ലെങ്കിൽ ഇവയൊക്കെയും നൽകുന്നു. നാം വളരെ നന്നായി പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ്സ് ഈ സൗകര്യം നമുക്ക് നൽകുന്നു. ട്രേഡിങ്ങും ചെയ്യാം, ഹെഡ്ജിങ്ങും ചെയ്യാം, ആർബിട്രാജിങ്ങും ചെയ്യാം. അതിനാൽ ഉത്തരമാണ് ഡി. എല്ലാ ഓപ്പറേഷണൽ റിസ്കുകളും ഉൾപ്പെടുന്നു. നഷ്ടങ്ങൾ, അപര്യാപ്തമായ ദുരന്ത പദ്ധതീകരണം, അധിക മാനേജ്മെന്റ് നിയന്ത്രണം, വരുമാന നികുതി ചട്ടങ്ങൾ, സർക്കാർ നയങ്ങൾ എന്നിവ കാരണം. അപ്പോൾ ഓപ്പറേഷണൽ റിസ്കിൽ എന്തൊക്കെ വരുമെന്ന് നോക്കിയാൽ അപര്യാപ്തമായ ദുരന്ത പദ്ധതീകരണം എന്നതാണ് ശരിയായ ഉത്തരം. അതിനാൽ ഗൈസ്, ഇത് ചാപ്റ്റർ നമ്പർ 1 നിന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബാക്കി വീഡിയോകൾ കാണാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന പുസ്തകം, അതായത് NSM 8 ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന പുസ്തകത്തിന്റെ ചാപ്റ്റർ നമ്പർ 1 ബേസിസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇത് നിങ്ങൾക്ക് SIF പരീക്ഷയിൽ ഉപകാരപ്പെടും, അതായത് NSMEയുടെ കോമൺ ഡെറിവേറ്റീവ് പരീക്ഷ. ഇത് SIF വിൽക്കാനും വിതരണം ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമാണ്. അതിനാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ് പ്രധാനമായത്. അതിന്റെ 12ൽ 12 ചാപ്റ്ററുകളും നാം കവർ ചെയ്യാനാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ചാപ്റ്റർ നമ്പർ 1 ആയിരുന്നു. വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കും. ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് നന്ദി.